എല്ലാവർക്കും നമ്മുടെ രാജസ്ഥാൻ വ്ളോഗിൻ്റെ ഡേ 1 വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 7 ഡേയ്സുള്ള ട്രിപ്പിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയി. പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 7 ഡേയ്സിൻ്റെ ട്രിപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജസ്ഥാൻ മൊത്തത്തിലൊന്നും കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും മെയിനായിട്ടുള്ള സ്ഥലത്തൊക്കെ കവർ ആവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജയ്പൂരിലേക്കാണ്. അപ്പോൾ ജയ്പൂർ ഫ്ലൈറ്റിന് 2 ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്. കാര്യം ലേ ഓവേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ടിട്ട് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബോർഡിംഗ് ടൈം ആയപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇൻഡിഗോയിലാണ് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഡേ ടൈമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മിക്കവാറും ഞങ്ങൾ നൈറ്റൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോഴേക്കും പോയത്. ഇപ്രാവശ്യം ഡേ ട്രാവൽ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ആകാശവും മേഘങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആസ് യൂഷ്വൽ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് വെറുതെ ഇതായിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സെറ്റായിട്ടോ. ആ മേഘത്തിൻ്റെയും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ വ്യൂസ് താഴെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ത് രസമായിരുന്നു കാണാൻ. അതുമാത്രമല്ല നമ്മളൊക്കെ ഇത് ചെറിയ ആൾക്കാരാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുമായിരുന്നു. ശരിക്കും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ നേരത്ത് എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ടേണിങ്, നമ്മുടെ ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് ടേൺ ആവുന്നതും ചരിയുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലൊക്കെ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു വയറ്റിൽ നിന്ന് എന്തെങ്കിലും വന്ന പോലെ തോന്നും. പക്ഷേ പുറത്തേക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല, ചിരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് കുറച്ചും കൂടെ അങ്ങ് ഉയരത്തിലേക്ക് ആയിക്കഴിഞ്ഞപ്പം ഇങ്ങനെ മേഘങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് തുടങ്ങി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കാര്യം അതും ഇതേപോലെ തന്നെ ഇതിനേക്കാൾ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു പൊക്കത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയാറുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എന്ത് ഭംഗിയല്ലേ പൊക്കത്തുനിന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഫുള്ളി നമുക്ക് മലകളോ അങ്ങനെയൊന്നും ഗ്രീൻ ആയിട്ടുള്ള ഒന്നുമില്ല, ഫുൾ ക്ലൗഡ്സ് ആയിരുന്നു. ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ ലേ ഓവറിന് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നമുക്കൊരു 3-4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഒന്ന് നമ്മുടെ ലോഞ്ച് ആക്സസ് ഒക്കെ ഉള്ള കാർഡ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ലോഞ്ചിൽ കയറി എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പം നോർമലി ബാംഗ്ലൂർ എയർപോർട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ കയറിയ അവസ്ഥയാണ്. മാത്രമല്ല ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റപ്പിലാണ് അവർ മൊത്തം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കാനായിട്ട്. ലോഞ്ച് ആക്സസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതേപോലെ ട്രാവലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രയറായിട്ട് നിങ്ങളുടെ കാർഡിന് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങൾ പറ്റാൻ നല്ല ചാൻസസ് ഉണ്ട്. ഇവരുടെ ലോഞ്ച് ആക്സസിൽ നമുക്ക് ആകെപ്പാടെ 4 കാർഡ്സിന് മാത്രമേ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളാണ് ലോഞ്ചിലേക്ക് പോയത്. പാവം ചേട്ടന്മാർ താഴെ KFCയിലെ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലോഞ്ചിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവർ ലൈവായിട്ടുള്ള പാസ്ത അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ തീം മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം കർണാടകയുടെ ആ ഒരു സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു തീമായിരുന്നു കാപ്പിയുടെയും പിന്നെ അത് മാത്രമല്ല അവരുടെ ആ ഒരു കൃഷിയുടെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ തീമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടും പിന്നെ അത് മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോഴേക്കും നമ്മളൊരു ബോർഡിംഗ് ടൈം നെക്സ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വ്യൂസാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുമായിരുന്നു മേഘങ്ങളും ഒക്കെ. കുറേ നേരത്തേക്ക് ഞങ്ങൾക്ക് തോന്നില്ല ഞങ്ങൾ ഫ്ലൈറ്റിൽ അത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയില്ല. ഭയങ്കര സ്മൂത്തായിട്ടായിരുന്നു. ജയ്പൂരിൽ കുറിച്ചിട്ട് പറയാൻ തന്നെ കുറേ ഒരു വലിയ വ്ലോഗ് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ജയ്പൂരിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഹോട്ടലിലേക്കാണ് പോയത്. നമ്മുടെ പാക്കേജിലുള്ള ഹോട്ടലല്ല, ഞങ്ങൾ ജസ്റ്റ് ബുക്ക് ചെയ്താണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടുത്തെ ഈ ഖുലട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലേയുടെ കപ്പിൽ തരുന്ന ചായയും കാപ്പിയൊക്കെ ഭയങ്കര ടേസ്റ്റ്ഫുള്ളായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അപ്പം നമ്മളിന്ന് ജസ്റ്റ് റിഫ്രഷ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഹോട്ടലിൽ തന്നെ താഴെയായിട്ട് ചെറിയൊരു റെസ്റ്റോ ബാർ പോലെ ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മളെല്ലാവരും മാക്സിമം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് ഈ ചേട്ടനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിപൊളിയായിട്ടായിരുന്നു പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സേഷനൊക്കെ കഴിഞ്ഞിട്ട് പാവ എൻ്റെ കിച്ചു അവിടെ ഇരുന്ന്
കണക്കും കാര്യങ്ങളൊക്കെ നോക്കി മരിക്കുമായിരുന്നു. കാര്യം ഹീ ഈസ് എ ടൂർ കോർഡിനേറ്റർ. അപ്പോൾ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അടുത്ത വ്ളോഗിൽ എന്തായാലും ഫുൾ കാര്യം പറയുന്നതായിരിക്കും. സോ ബൈ ബൈ.